അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള എല്ലാവരും സദസ്സിലേക്ക് വന്ന് സദസ്സ് ഭംഗിയാക്കണം. വലിയ പണ്ഡിതൻ, ചെറുപ്പകാലത്തു തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുതാലാ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച വലിയ വലിയ ആലിമീങ്ങളൊക്കെ അംഗീകാരം നൽകിയ അനസ് അമാനി ഉസ്താദ് പ്രാസ്ഥാനിക രംഗത്തും പ്രബോധന രംഗത്തൊക്കെ വലിയ തിരക്ക് പിടിച്ച പണ്ഡിതനാണ്. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ പ്രിയപ്പെട്ട SSFന്റെ മക്കളും നാട്ടിലെ മോമിനീങ്ങളൊക്കെ വിളിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഉസ്താദ് എത്തിയത്. ഉസ്താദ് വരുമ്പോൾ നമ്മുടെ സദസ്സ് സന്തോഷമാകണം. അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സദസ്സിലേക്ക് വന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. അഭിവന്യരായ നാട്ടുകാരെ, അൽഹംദുലില്ലാഹ്, സുരുവയിൽ എന്ന് പറയുന്ന നാട് എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ വിശദീകരിക്കാതെ പരത്തി പറയാതെ വലിയ പ്രചരണങ്ങളൊന്നും ഇല്ലാതെ അറിയപ്പെടുന്ന നാടാണ്. അതിൻ്റെ കാരണം ഈ നാട് ഇൽമുമായി, ആലിമീങ്ങളുമായി, ദർസുമായി ബന്ധപ്പെട്ടു എന്ന ഏക കാരണമാണ്. അറിയപ്പെടാൻ പലതിനും കഴിയും, പല രൂപത്തിലും കഴിയും. പല വ്യക്തികളെ, പല ഫാമിലികളെ, പല തറവാട്ടുകാരെ, പല കുടുംബക്കാരെ, പല നാട്ടുകാരെ പല പേരുകളിലും പ്രശസ്തമാവാറുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട് ഒരുപാട് കാലം നൂറുകണക്കിന് പണ്ഡിതന്മാർ വാർത്തെടുക്കാൻ സൗഭാഗ്യം ലഭിച്ച നാടാണ്. ആ നാട്ടുകാർക്കൊക്കെ വലിയ ബറക്കത്തുണ്ട് എന്നതിന് സംശയം ഇല്ല. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ മഹാന്മാർ ഈ നാട് മുഖേന വിവിധ നാടുകളിൽ ദീനീ ദഅവത്തുമായി ബന്ധപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അല്ലാഹു ഈ നാട്ടിലും ഈ നാട്ടുകാരിലും വലിയ ബറക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് അന്ന് ദർസ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് 50 മുതഅല്ലിമീങ്ങളുള്ള സമയം, അതിൽ കൂടുതൽ മുതഅല്ലിമീങ്ങൾ, വലിയ വലിയ മുതിർന്ന മുതഅല്ലിമീങ്ങളുള്ള സമയത്ത് ഭക്ഷണം കൊടുത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കതിന് സൗകര്യം നൽകിയ പല ബാപ്പമാരുമുണ്ട്. അവരൊക്കെ ഇന്ന് ഖബറിൻ്റെ ഉള്ളിലാണ്. അവരൊക്കെ ഇന്ന് സുരുവയിൽ പള്ളിയുടെ മദ്രസയുടെ പരിസരത്തുള്ള ഖബറിൻ്റെ ഉള്ളിലാണ്. അവര് മുതഅല്ലിമീങ്ങളെ ആദരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ ആ വീടുകളിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ്, നല്ല ഭക്ഷണം, അവർക്ക് ഉണ്ടാക്കിയ ഭക്ഷണം അവർ കഴിക്കുന്നതിൻ്റെ മുമ്പ്, അവരുടെ മക്കളെ കഴിപ്പിക്കുന്നതിൻ്റെ മുമ്പ്, ആ വീട്ടുകാർ കഴിക്കുന്നതിൻ്റെ മുമ്പ് അൽഹംദുലില്ലാഹ് വരുന്ന മുതഅല്ലിമീങ്ങൾ, സുരുവയിൽ ഉസ്താദ് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സുരുവയിൽ ഉസ്താദ് അയച്ച മുതഅല്ലിമാണ് എന്ന രൂപത്തിൽ നല്ല സുഭിക്ഷമായ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയ ഒരുപാട് നല്ല നല്ല ഉമ്മമാർ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പാപ്പമാരും ഉമ്മാമമാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ദീനിൻ്റെ ഇൽമിൻ്റെ
ഒരു മജ്ലിസ് ഒരുക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് അവരെയാണ്. അള്ളാഹു അവരുടെ ഖബറുകളൊക്കെ സന്തോഷത്തിലാക്കട്ടെ, അവരുടെ ആഖിറം അള്ളാഹു വിജയിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ നല്ലതുമായി ബന്ധപ്പെടുമ്പോൾ, നല്ലവരുമായി ബന്ധപ്പെടുമ്പോൾ, നല്ല സംരംഭങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ദുആ ലഭിക്കും. യാതൊരു സംശയവും അതിൽ ഇല്ല. നല്ലതുമായി ബന്ധപ്പെടുമ്പോൾ ദുആ ലഭിക്കും, യാതൊരു സംശയവും ഇല്ല. ഇന്ന് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ സദസ്സിൽ നമ്മൾ ദുആ ചെയ്തത് ആർക്കാണ്? ഈ സദസ്സിലുള്ളവർക്ക് ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ദുആ ചെയ്തത് നമ്മുടെ ഈ നാട്ടിൽ മുമ്പ് ഉണ്ടായ ഉമ്മാമ്മമാർക്കും ഉപ്പാപ്പമാർക്കുമാണ്. അതൊരു വലിയ ബർക്കത്താണ്, അത് വലിയൊരു സ്വീകാര്യതയാണ്, അത് വലിയ ഖബൂലിയത്താണ്. ആ രൂപത്തിൽ ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ, ഇൽമിൻ്റെ സദസ്സുമായി ബന്ധപ്പെടുമ്പോൾ, ആലിമീങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, മുതഅല്ലിമീങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ, ഇൽമിൻ്റെ ഖിദ്മത്ത് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നേതൃത്വം നൽകുന്നവരാണ് ദീനി പ്രസ്ഥാനങ്ങളും ദീനി സംഘടനകളും. അൽഹംദുലില്ലാഹ് SSF അതിന് വലിയ മാതൃകയാണ്. ഞാനിപ്പോൾ ഈസ്റ്റ് ജില്ലാ SSFൻ്റെ സാഹിത്യോത്സവ് സർലിക്കട്ടയിൽ നടക്കുകയാണ്. അവിടെ മഗ്രിബ് മുതൽ ഇശാ വരെ പ്രസംഗിക്കാൻ പറഞ്ഞതുകൊണ്ട് അവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരുപാട് SSFൻ്റെ പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായി. അവർക്കൊക്കെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായതുകൊണ്ട് അവിടെ വന്ന ആലിമീങ്ങളും മറ്റുമൊക്കെ ദുആ ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരോടും പറയുന്നു, ഈ നാട്ടിലുള്ള ഉമ്മമാരോട് പറയുന്നു, ഈ നാട്ടിലുള്ള മോമിനീങ്ങളോട് പറയുന്നു, നിങ്ങൾ നാട്ടിലുള്ള പള്ളി അത് നമ്മുടെ ദീനിൻ്റെ സ്തംഭമാണ്. സുരുവയിൽ പള്ളി അത് ദീനിൻ്റെ സ്തംഭമാണ്. ആ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നീ നാട്ടുകാരായ എല്ലാവരുടെ സഹകരണം വേണം. നമ്മുടെ സുരുവയിലുള്ള മദ്രസ, ആ മദ്രസയിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത്. അവരാണ് പിന്നെ ദീനിൻ്റെ ഖിദ്മത്ത് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ദുആ ചെയ്യാൻ എത്രയോ ആളുകളുണ്ടാകും, എത്രയോ ആലിമീങ്ങളുണ്ടാകും, എത്രയോ മഹാന്മാരുണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ സർലിക്കട്ടയിൽ നിന്ന് ഇവിടെ വരികയാണ്. അവിടെ SSFൻ്റെ സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആലിമീങ്ങൾ ഗസ്റ്റുകളായി അവിടെ വന്നിരുന്നു. ആ ആലിമീങ്ങളൊക്കെ ദീനിൻ്റെ ഖിദ്മത്തുമായി ബന്ധപ്പെടുന്നവർക്ക് ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, നമ്മുടെ നാടുകളിലുള്ള മദ്രസയും പള്ളിയും അതോടൊപ്പം നമ്മുടെ ദീനിൻ്റെ സംരംഭങ്ങളുമായി നമ്മൾ സഹകരിക്കുമ്പോൾ, സഹായിക്കുമ്പോൾ ദുആ നമുക്ക് പലതും ലഭിക്കും. അതിൻ്റെ പുറമെ ആലിമീങ്ങളെ ദുആ ഉണ്ടാകും, തങ്ങന്മാരെ ദുആ ഉണ്ടാവും, നല്ല മോമിനീങ്ങളെ ദുആ ഉണ്ടാവും. അതിൻ്റെ പുറമെ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അല്ലാഹു കൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്യുകയും അല്ല വിരോധിക്കപ്പെട്ടത് 100% ജീവിതത്തിൽ നിന്ന് മാറ്റി നിർക്കുകയും ചെയ്യുന്ന മലക്കുകൾ. ആ മലക്കുകൾ വമലായികുൻ തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആരിളം ബിമറാമിഹി മുതഖബ്ബലാ വമലായികുൻ തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആരിളം ബിമറാമിഹി മുതഖബ്ബലാ. ഒരു മലക്കുകളുണ്ട്, ഒരു വിഭാഗം മലക്കുകളുണ്ട്. അത് എത്രയാണ്? 100 കണക്കിനാണോ അറിയില്ല, 1000 കണക്കിനാണോ അറിയില്ല, 10,000 കണക്കിനാണോ അറിയില്ല, ലക്ഷോപലക്ഷം മലക്കുകളാണോ അറിയില്ല, കോടാനുകോടി മലക്കുകളാണോ അറിയില്ല. ആ മലക്കുകൾ മുഴുവനും തളഉൽ ജനാഹ ലഹു, അവരുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ അവർ നൽകുകയാണ്, അവരുടെ പ്രത്യേകമായ കാവൽ അവർ നൽകുകയാണ്. അവർ നൽകുന്നത് ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? അവരുടെ വർക്ക് തന്നെ, അവരുടെ പണി തന്നെ, അവരുടെ ഡ്യൂട്ടി തന്നെ. റുക്കൂ ചെയ്യുന്നവരുണ്ട് മലക്കുകൾ, അവർ റുക്കൂയിൽ തന്നെ വർഷങ്ങളോളം അവരിങ്ങനെ സുജൂദ് ചെയ്യും, അവരിങ്ങനെ റുക്കൂ ചെയ്യും. ചില മലക്കുകൾ അങ്ങനെ, അവർക്ക് വേറെ ഒന്നും പണിയില്ല, ജാവും പോലും റുക്കൂ, ജാവും പോലും സുജൂദ്.
യുസബ്ബിഹൂനൽ ലൈല വന്നഹാർ, രാവും പകലും തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്. അവർ 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലും. വഹും യസ്തഗ്ഫിറൂന റബ്ബഹും, റബ്ബിന് ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മലക്കുകൾ വേറെ ഉണ്ട്. അതോടൊപ്പം ഒരു വിഭാഗം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി തന്നെ ദുആ ചെയ്യലാണ്, തേടലാണ്, റിക്വസ്റ്റ് ചെയ്യലാണ്. ആരോട്? റബ്ബിനോട്. ഖാലിഖായ, മാലിക്കായ, റാസിഖായ റബ്ബിനോടാണ് അവർ റിക്വസ്റ്റ് നടത്തുന്നത്. എന്താണ് അവർ റിക്വസ്റ്റ് നടത്തുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഇൽമുമായി ബന്ധപ്പെട്ടവർ. ഇൽമുമായി ബന്ധപ്പെട്ടവരെന്ന് പറയുമ്പോ SSF എന്ന് പറയുന്ന സംഘടന, SSF എന്ന് പറയുന്ന സംഘടന, അൽഹംദുലില്ലാഹ്, അത് ദീനിന്റെ ഖിദ്മത്തിന്റെ ഒരു ദാഖലയാണ്, ദീനിന്റെ ഖിദ്മത്തിന്റെ ഒരു ഭാഗമാണ്. ദീനിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന, പ്രയാണം നടത്തുന്ന ഒരു പ്രത്യേകമായ ടീമാണത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ അണിനിരക്കണം, അതിൽ ആവേശകരമായി വരണം. ആ രീതിയിൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ, ദീനിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ, ദീനിന്റെ ഇൽമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോ, വമലായികുൻ തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആ റിളം ബിമറാമിഹി മുതഖബ്ബലാ. പ്രാർത്ഥിക്കാൻ ഒരു വിഭാഗം മലക്കുകളുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത് തട്ടുകയില്ല, അവർ തേടിയാൽ അല്ലാഹു അത് തട്ടുകയില്ല, അവർ ദുആ ചെയ്താൽ അല്ലാഹു തട്ടുകയില്ല. ആ രൂപത്തിൽ ഇൽമിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാകുന്ന SSF, അത് നമ്മുടെ ഭൗതിക ലോകത്ത് വിജയത്തിന്റെ ആധാരമാണ്, പാരത്രിക ലോകത്തിന്റെ വിജയത്തിന്റെ ആധാരമാണ്. അൽഹംദുലില്ലാഹ്, അഭിവന്ദരായ അമാനി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാവരും മുന്നിലേക്ക് വന്ന് ഇരുന്നാൽ പിന്നെ വരുന്നവർക്ക് ബാക്കിൽ ഇരിക്കാൻ കഴിയും. അതുകൊണ്ട് ബാക്കിലുള്ളവരെല്ലാം മുന്നിലേക്ക് വന്നാൽ, സദസ്സ് എപ്പോഴും നമ്മൾ സജീവമാക്കിയാൽ, ഒരു ഇൽമിന്റെ സദസ്സിൽ മുന്നിൽ വന്നാൽ, അതുകൊണ്ട് നമുക്ക് ഒരു നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും മുന്നിടാനുള്ള, മുന്നിട്ട് വരാനുള്ള, മുന്നേറാനുള്ള ഒരു കാരണമാകുമല്ലോ. എപ്പോഴും നമ്മൾ ഒരു പള്ളിയിൽ വരുമ്പോൾ മുന്നിൽ വന്നു നിന്നാൽ, ഒരു ദിക്റിന്റെ മജ്ലിസിൽ പോയി മുന്നിൽ വന്ന് ഇരുന്നാൽ, ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ മുന്നിൽ വന്ന് ഇരുന്നാൽ, ഒരു നല്ല വിഷയത്തിൽ, ഒരു നാട്ടിലൊരു നല്ല വിഷയം നടക്കുന്നു, അവിടെ മുന്നിൽ വന്നിരുന്നാൽ, ആ ഒരു കാരണം നമ്മൾ അവിടെ ഉള്ളവർ മാത്രം ഷാഹിദാകുന്നതല്ലല്ലോ, സാക്ഷിയാകുന്നതല്ലല്ലോ. അത് എല്ലാ മുഅ്മിനീങ്ങളുടെ അർവാഹും അവിടെ സാക്ഷിയാണല്ലോ, മലായിക്കത്തുകൾ അവിടെ സാക്ഷിയാണല്ലോ. ആ സാക്ഷിത്വം തന്നെ ഒരു ദുആ ആണല്ലോ. ആ ദുആ കൊണ്ട് അള്ളാഹു നമ്മളെ മുന്നിലാക്കും, എല്ലാ വിഷയങ്ങളിലും മുന്നിലാക്കും. അത് പരീക്ഷകളിൽ മുന്നിലാക്കും, അത് കച്ചവടങ്ങളിൽ മുന്നിലാക്കും, അത് ജീവിതത്തിൽ മുന്നിലാക്കും, അത് ഏത് വിഷയത്തിലും മുന്നിലാക്കും. അതുകൊണ്ട് തന്നെ റോഡിന്റെ വശങ്ങളിലൊക്കെ ഉള്ളവർ സദസ്സിൽ വന്ന് ഇരിക്കണമെന്നറിയിക്കുന്നു. ഞാനിവിടെ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, അഭിവന്ദരായ അമാനി ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. വലിയ തൗഫീഖുള്ള നമ്മുടെ വലിയ നേതൃത്വം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് തൗഫീഖുകൾ അൽഹംദുലില്ലാഹ് ഉസ്താദിന് ലഭിച്ചിട്ടുണ്ട്. ഉസ്താദിനെ ഇരുത്തി ആ രൂപത്തിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി, എങ്കിലും അള്ളാഹു തന്ന വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്ന രൂപത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുതാലഅ ചെയ്യാനും ദീനിന്റെ ഖിദ്മത്തുമായി ബന്ധപ്പെടാനും അവസരം ലഭിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ തൗഫീഖ്. അള്ളാഹു അവിടത്തേക്ക് പൂർണ്ണമായ ദീനിന്റെ ഖിദ്മത്തിലുള്ള ആഫിയത്തും ആയുരാരോഗ്യവും സന്തോഷത്തോടുകൂടെ നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ദാറുൽ അശ്അരിയൽ അൽഹംദുലില്ലാഹ് സുദ്ദീഖ് സഖാഫി ഉസ്താദ് ക്ഷണിച്ചപ്പോൾ സ്ഥാപനത്തിലെത്തി. ഞാൻ ഉസ്താദ് വരുമ്പോൾ
ഉസ്താദിനെ സ്വീകരിക്കാനും ഉസ്താദിൻ്റെ ഉപദേശത്തിലൊക്കെ ഇരിക്കാനൊക്കെ ആഗ്രഹിച്ചതാണ്. നമ്മുടെ സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ്റെ 30-ാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന ജനുവരി 24 ബുധനാഴ്ച ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅഹ് അവിടുത്തെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4 മണിയാകുമ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് വിളിച്ചിട്ട് പറഞ്ഞു, ഈസ്റ്റ് ജില്ലയുടെ സാഹിത്യോത്സവം നടക്കുന്നുണ്ട്, അവിടെ പ്രസംഗം നടത്തണം, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ നേതാക്കൾ പറയുമ്പോൾ അനുസരിക്കുക എന്നത് പ്രവർത്തകരായ നമ്മുടെ ബാധ്യതയാണ് എന്ന രീതിയിൽ അവിടെ പോയതുകൊണ്ടാണ് സ്ഥാപനത്തിൽ ഉസ്താദിനെ സ്വീകരിക്കാനും അതുപോലെ ഉസ്താദിൻ്റെ അവിടുത്തെ മുതഅല്ലിമീങ്ങളുള്ള ഉപദേശത്തിലൊക്കെ കൂടാനൊക്കെ കഴിയാത്തത്. അള്ളാഹു അവിടത്തേക്ക് വലിയ സന്തോഷവും ആഫിയത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട മോമിനീങ്ങളോടൊക്കെ SYSൻ്റെ കർണാടകയുടെ വാർഷിക സമ്മേളനം അൽഹംദുലില്ലാ അത് ചരിത്ര സംഭവമാകണം. മഹാനായ ശൈഖുനാ ഉസ്താദ് വരുമ്പോൾ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആരാണ്? ഉസ്താദിൻ്റെ ഏറ്റവും വലിയ എനർജി ആരാണ്? ഉസ്താദിന് ഏറ്റവും വലിയ ഹാപ്പി എന്താണ് എന്ന് ചോദിച്ചതിന് ഒറ്റ മറുപടി, അത് പ്രവർത്തകരാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ ഉസ്താദ് അവറുകൾ ചെറിയ ആരോഗ്യ പ്രശ്നം വന്ന് അനാരോഗ്യം വന്ന അവിടുന്ന് ചെറിയ ക്ഷീണം വന്നപ്പോൾ അവിടുത്തെ ക്ഷീണം മാറ്റിയത് ഡോക്ടർമാർ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം, മരുന്നുകൾ അതിന് കാരണമായിട്ടുണ്ടാകാം. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരിൽ നടന്ന ഗോൾഡൻ 50യും ബാംഗ്ലൂരിൽ നടന്ന SSFൻ്റെ ഗോൾഡൻ 50യും ബോംബെയിൽ നടന്ന ഗോൾഡൻ 50യും ആ സദസ്സിൽ ജനലക്ഷങ്ങളാകുന്ന SSFൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ അങ്ങോട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഉസ്താദിനത് വലിയ എനർജിയായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ 24-ാം തീയതി ബുധനാഴ്ച മംഗലാപുരം നെഹ്റു മൈതാനിയിൽ നടക്കുന്ന വലിയ സമ്മേളനവും അതിൻ്റെ മുന്നോടിയായി നടത്തപ്പെടുന്ന റാലിയും എല്ലാവരും വിജയിപ്പിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ വർഷത്തെ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, എല്ലാ സംഘ കുടുംബങ്ങളിലുള്ള PSTകൾക്ക് ബാഡ്ജ് നൽകപ്പെടുകയും അവർക്ക് പ്രത്യേകമായി ഇരിപ്പിടം തയ്യാറ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വരുന്ന പരിപാടിയാണ്. മന്ത്രിമാരും നേതാക്കളും വലിയ വലിയ മഹാന്മാരൊക്കെ വരുന്ന വേദി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവർത്തകരാകുന്ന യൂണിറ്റിൻ്റെ, സർക്കിളിൻ്റെ, സെക്ടറിൻ്റെ, ഡിവിഷൻ്റെ അതുപോലെ സോണിൻ്റെ പ്രവർത്തകർക്കൊക്കെ സാധാരണ ഇരിപ്പിടം കിട്ടാറില്ല. ഈ വർഷം നമ്മൾ അതിനു വേണ്ടിയൊക്കെ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡയിൽ നാളെ രാവിലെ 9 മണി മുതൽ സയ്യിദ് മദനി തങ്ങളെ സിയാറത്തോടുകൂടെ ഉള്ളാളത്തു നിന്ന് ആരംഭിച്ച് ദക്ഷിണ കന്നഡ വിവിധ ജില്ലകളിലുള്ള 75 സെക്ടറുകളിലേക്ക് SYSൻ്റെ സർക്കിളിലേക്ക് സഞ്ചരിക്കുന്ന സർക്കിൾ പ്രയാണം നാളെ രാവിലെ 9 മണി മുതൽ ഒരാഴ്ചയായി അതിൻ്റെ പിന്നാലെ ഖിദ്മത്ത് ചെയ്യാനുള്ള ചെറിയ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നടക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് സൂരിബൈൽ സർക്കിളിലേക്ക് ആ സന്ദേശയാത്ര വരും, ബോളന്തൂർ സർക്കിളിലേക്ക് വരും, മഞ്ചി സർക്കിളിലേക്ക് വരും, നമ്മുടെ ഭാഗങ്ങളിലേക്കൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ അസർ കഴിഞ്ഞിട്ട് ഇശാഇൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ വരുമ്പോൾ എല്ലാവരും അതിനെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും ആ പ്രവർത്തകർക്കും നേതാക്കൾക്കും ശക്തി പകരാനും നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ മഹാനായ അമാനി ഉസ്താദ് നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വലിയ തിരക്കുള്ള സമയത്തും എത്തിയതിലുള്ള സന്തോഷം, ഹൃദയാന്തരങ്ങളുടെ ഉള്ളിൽ നിന്ന് സന്തോഷങ്ങൾ സ്വാഗതങ്ങളായി ദുആആയി പ്രാർത്ഥനയായി അറിയിക്കുകയാണ്. അവിടുത്തെ എല്ലാ രീതിയിലുള്ള വിഷയങ്ങളിലും അല്ലാഹു വലിയ വിജയം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യത്തോടുകൂടെ ഈ സഭ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കട്ടെ.